നമസ്കാരം, ഞാൻ സന്തോഷ് VLR. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് യന്ത്രങ്ങളുടെ ലോകത്താണ്. കൃഷിയിടങ്ങളിൽ ട്രാക്ടറുകളും കൊയ്ത്തുയന്ത്രങ്ങളും ഒക്കെ വന്ന് പണികൾ വളരെ എളുപ്പമായി കഴിഞ്ഞു. പക്ഷേ ഈ യന്ത്രങ്ങളൊക്കെ വരുന്നതിന് മുൻപ് നമ്മുടെ പാടശേഖരങ്ങളിൽ മനുഷ്യന്റെ അധ്വാനവും പ്രകൃതിയും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചേറുമണക്കുന്ന ആ പഴയ കാലത്തെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ നാടൻ കൃഷി രീതികളെക്കുറിച്ചുമുള്ള ചില നല്ല ഓർമ്മകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. പുതിയ തലമുറയ്ക്ക് ഇതൊരു അറിവും പഴയ തലമുറയ്ക്ക് ഇതൊരു മനോഹരമായ ഓർമ്മ പുതുക്കലുമായിരിക്കും. അന്ന് പാടത്ത് വലിയ ശബ്ദത്തോടെ ഓടുന്ന ട്രാക്ടറുകളില്ല. പുലർച്ചെ കോഴി കൂവുമ്പോൾ തന്നെ കർഷകർ തങ്ങളുടെ കാളകളെയും പൂട്ടിപ്പാടത്തേക്ക് ഇറങ്ങും. ഓഹോ എന്ന ആ കർഷകന്റെ ശബ്ദവും കാളകളുടെ കഴുത്തിലെ മണിയുടെ നാദവും കേട്ടാണ് അന്ന് നാടുണർന്നിരുന്നത്. കാളകളും കൃഷിക്കാരനും തമ്മിൽ വാക്കുകൾക്കപ്പുറമുള്ള ഒരു സ്നേഹബന്ധം തന്നെ ഉണ്ടായിരുന്നു. ചേറ്റിലിറങ്ങി കാളകളെ പൂട്ടിപ്പാടം ഒരുക്കുന്ന ആ കാഴ്ച കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ അന്ന് ഇന്നത്തെ പോലെ കടകളിൽ പോയി വാങ്ങുന്ന രാസവിത്തുകളല്ല ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ കൊയ്ത്തുത്സവത്തിൽ നിന്ന് ഏറ്റവും മികച്ച നെൽക്കതിരുകൾ തിരഞ്ഞെടുത്തു പത്തായത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന നാടൻ വിത്തുകളായിരുന്നു നമ്മുടെ സ്വന്തം. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള ആ വിത്തുകൾ മുളപ്പിച്ച് പാടത്തേക്ക് എറിയുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ഇന്നത്തെ കൃഷിയിൽ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാറുനടീലിന്റെയും കൊയ്ത്തിന്റെയും കാലമായാൽ പാടവരമ്പുകൾ ഉത്സവപ്പറമ്പ് പോലെയാകും. നാട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും ഒത്തുചേർന്ന് പാട്ടുപാടി ചിരിച്ച് കളിച്ച് ജോലി ചെയ്യുന്ന ആ ഒരുമയുടെ കാലം. ഞാറു നടുമ്പോൾ പാടുന്ന നാടൻ പാട്ടുകൾ കേട്ടാൽ എത്ര വലിയ കഠിനാധ്വാനവും ഒരു തളർച്ചയും ഇല്ലാതെ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് ഒരു യന്ത്രം വന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കൊയ്ത്ത് തീർത്തു പോകുന്നു. എന്നാൽ അന്ന് കൊയ്ത്തുകാലം എന്നത് ഗ്രാമത്തിന്റെ തന്നെ വലിയൊരു ആഘോഷമായിരുന്നു. പരസ്പരം സഹായിച്ചും വിയർപ്പൊഴുക്കിയും അവർ കൊയ്തെടുത്ത നെൽക്കതിരുകൾ മെതിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ശുദ്ധമായ അരിയുടെ രുചി ഇന്ന് നമുക്ക് കിട്ടുന്ന ബ്രാൻഡഡ് അരികൾക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അന്ന് രാസവളങ്ങളില്ല. ചാണകവും കരിയിലയും നാടൻ പച്ചിലകളും മാത്രമായിരുന്നു വളം. അതുകൊണ്ട് തന്നെ അന്നത്തെ ഭക്ഷണത്തിന് അമൃതിന്റെ ഗുണമായിരുന്നു. രോഗങ്ങളില്ലാത്ത ആയുസ്സും ഉണ്ടായിരുന്നു. യന്ത്രങ്ങൾ വന്നപ്പോൾ പാവം കാളകൾക്ക് ഓച്ചാനമായി മനുഷ്യന്റെ കായികാധ്വാനം കുറഞ്ഞു എന്നത് ശരിയാണ്. എന്നാൽ അതിനൊപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടത് ആ നാട്ടിൻപുറത്തിന്റെ നന്മയും പരസ്പരമുള്ള കൂട്ടായ്മയുമാണ്. പാടങ്ങളും വരമ്പുകളും ഇന്ന് ഓർമ്മകളിലേക്ക് മറയുകയാണ്. കർഷകൻ എന്നത് അന്ന് വെറുമൊരു തൊഴിൽ മാത്രമായിരുന്നില്ല, അതൊരു സംസ്കാരമായിരുന്നു, ജീവനായിരുന്നു. നമ്മുടെ ഈ പഴയ കാർഷിക രീതികളും ആ ഓർമ്മകളും വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കർഷകനും കൃഷിയും വെറും പുസ്തകത്താളുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകും. സുഹൃത്തുക്കളെ, പഴയ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മളിൽ പലർക്കും കൃഷി ചെയ്യാൻ സ്വന്തമായി പാടങ്ങളോ വലിയ പറമ്പുകളോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പലരും ഫ്ളാറ്റുകളിലും ചെറിയ സെന്റ് സ്ഥലങ്ങളിലുമാണ് ജീവിക്കുന്നത്. എന്നാൽ പാടമില്ലെന്ന് കരുതി നമ്മൾ കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല. നമ്മുടെ വീട്ടുമുറ്റത്തോ ടെറസിലോ ബാൽക്കണിയിലോ വളരെ എളുപ്പത്തിൽ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. മണ്ണില്ലാത്തവർക്ക് പ്ലാസ്റ്റിക് ഗ്രോ ബാഗുകളോ പഴയ പ്ലാസ്റ്റിക് പാത്രങ്ങളോ ഉപയോഗിച്ച് ടെറസിലും ബാൽക്കണിയിലും കൃഷി ചെയ്യാം. തക്കാളി, പച്ചമുളക്, വഴുതനങ്ങ, വെണ്ടയ്ക്ക എന്നിവയൊക്കെ ഇങ്ങനെ എളുപ്പത്തിൽ വളർത്താം. വളരെ കുറഞ്ഞ പരിചരണം മതിയെന്നതും പെട്ടെന്ന് വിളവെടുക്കാം എന്നതുമാണ് ചീരയുടെ പ്രത്യേകത. കുട്ടികൾക്ക് പോലും ഇത് ചെയ്തു നോക്കാം. പണം മുടക്കി ഗ്രോ ബാഗ് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിലുള്ള പഴയ അരിച്ചാക്കുകളോ സിമന്റ് ചാക്കുകളോ കഴുകി വൃത്തിയാക്കി അതിൽ മണ്ണും ചാണകപ്പൊടിയും നിറച്ച് കൃഷി ചെയ്യാം. നമ്മൾ നിത്യവും അടുക്കളയിൽ ഉപയോഗിക്കുന്ന തക്കാളിയുടെയോ മുളകിന്റെയോ വിത്തുകൾ പാകി തന്നെ നമുക്ക് തുടക്കമിടാം. കഞ്ഞിവെള്ളവും അടുക്കളയിലെ പച്ചക്കറി അവശിഷ്ടങ്ങളും മികച്ച ജൈവവളമായി ഉപയോഗിക്കുകയും ചെയ്യാം. കൃഷിയിൽ ഏറ്റവും പ്രധാനം മണ്ണൊരുക്കുന്നതാണ്. വെറുതെ മണ്ണ് മാത്രം നിറച്ചാൽ ചെടികൾ വളരില്ല. മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും തുല്യ അളവിൽ ചേർക്കണം. ഇതിനൊപ്പം നമ്മൾ പ്രധാനമായി ചേർക്കേണ്ടത് കരിയിലയും വേപ്പിൻ പിണ്ണാക്കുമാണ്. കരിയില മണ്ണിൽ ചേരുമ്പോൾ അത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും മണ്ണ് എപ്പോഴും പൊടിപൊടിയായി ഇരിക്കാനും സഹായിക്കും. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് കൂടി മണ്ണിൽ ചേർക്കണം. ഇത് ചെടികൾക്ക് നല്ലൊരു വളം നൽകുന്നതിനൊപ്പം വേരുകളെ ബാധിക്കുന്ന രോഗങ്ങളെയും മണ്ണിലെ ദോഷകരമായ കീടങ്ങളെയും നശിപ്പിക്കാൻ സഹായിക്കും. ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പലരും വരുത്തുന്ന ഒരു തെറ്റുണ്ട്. കുത്തിച്ചെളിപ്പരുവമാകുന്നതുവരെ വെള്ളം ഒഴിക്കുക. അത് പാടില്ല. മണ്ണിൽ എപ്പോഴും ഒരു ഈർപ്പം, മോയ്സ്ചർ ഉണ്ടായിരിക്കണം, അല്ലാതെ വെള്ളം കെട്ടിക്കിടക്കരുത്. രാവിലെ 9 മണിക്ക് മുൻപോ അല്ലെങ്കിൽ വൈകുന്നേരം വെയിൽ ആറിയ ശേഷമോ വേണം നനയ്ക്കാൻ. കടും വെയിലുള്ള സമയത്ത് ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. ഗ്രോ ബാഗിന്റെ താഴെയുള്ള സുഷിരങ്ങളിലൂടെ വെള്ളം വാർന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. തുടക്കക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇല തിന്നുന്ന പുഴുക്കളുടെ ശല്യം. ഇതിനായി മാർക്കറ്റിൽ കിട്ടുന്ന രാസകീടനാശിനികൾ വാങ്ങി അടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന 2 ലളിതമായ മാർഗങ്ങളുണ്ട്.
1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി വേപ്പെണ്ണയും കുറച്ച് വെളുത്തുള്ളി അരച്ചെടുത്ത നീരും അല്പം സോപ്പ് ലായനിയും ഇത് എണ്ണ വെള്ളത്തിൽ കലരാൻ സഹായിക്കും. ചേർത്ത് നന്നായി ഇളക്കുക. ഇത് ആഴ്ചയിലൊരിക്കൽ ചെടികളുടെ ഇലകളുടെ ഇരുവശത്തും തളിച്ചു കൊടുത്താൽ പുഴുശല്യവും ഇലപ്പേനുകളും പൂർണ്ണമായി മാറും. അടുക്കളയിലെ പഴങ്കഞ്ഞി വെള്ളം 2 ദിവസം പുളിപ്പിച്ച ശേഷം അതിലേക്ക് അല്പം വിറകുചാരം കലക്കി ഇലകളിൽ തളിക്കുന്നതും പുഴുക്കളെ അകറ്റാൻ വളരെ നല്ലതാണ്. വലിയ പാടശേഖരങ്ങളില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ വിഷമില്ലാത്ത കുറച്ച് പച്ചക്കറികളെങ്കിലും സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് നമ്മുടെ പഴയ കർഷകർ അനുഭവിച്ച അതേ സംതൃപ്തി തന്നെയാണ്. അതുകൊണ്ട് ഈ ചെറിയ രീതിയിലെങ്കിലും ഒരു തുടക്കമിടാൻ നമ്മളിൽ ഓരോരുത്തരും തയ്യാറാകണം. നിങ്ങളുടെ നാട്ടിലെ പഴയകാല കൃഷി ഓർമ്മകൾ എന്തൊക്കെയാണ്? കാളപ്പൂട്ടും കൊയ്ത്തുപാട്ടുകളും കണ്ടിട്ടുള്ളവർ ആ ഓർമ്മകൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. ഈ വീഡിയോ നമ്മുടെ പഴയകാലത്തെ സ്നേഹിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ സന്തോഷ് VLR. നന്ദി, നമസ്കാരം.